ഈ പാറയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അതുപോലെ തന്നെ ഇതിൻ്റെ അടിവാരമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ വ്യൂ കിട്ടും. കണ്ടോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മദ്രാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് വയനാട് ജില്ലയിലെ ഒരു അടിപൊളി സ്ഥലത്താണ്. ആ സ്ഥലത്തിൻ്റെ പേര് ഫാൻറ്റം റോക്ക് എന്നാണ്. അതായത് ഒരു പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറ. അതെങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രകൃതിയുടെ വലിയൊരു അത്ഭുതമെന്ന് തന്നെ പറയാം. അപ്പം ഞാനിന്ന് ആ ഒരു വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഒരു 20 രൂപ ഇവരുടെ ഒരു ഫീസായിട്ട് മേടിക്കുന്നുണ്ട്. അതൊരു പാർക്കിംഗ് ഫീ പോലെയാണ്. കാരണം ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ചെറിയൊരു ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂവിലാണ് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ വന്നിരിക്കുന്നത്. ഈ വഴിയിലൂടെയൊക്കെ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ അപകടം നിറഞ്ഞ വഴിയാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതായത് പണ്ടത്തെ കോറിയൊക്കെ സ്ഥിതി ചെയ്ത സ്ഥലമാണ്. ഇവിടെ വേലി കെട്ടിത്തിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് ആ കോറി. മഴക്കാലത്ത് നിറച്ച് വെള്ളം ഉണ്ടാകും. ഇപ്പോൾ വേനലായതുകൊണ്ടായിരിക്കാം വെള്ളമില്ലാത്തത്. അപ്പുറത്തെ ചെറിയ ചെറിയ കുഴികളിലൊക്കെ എന്തുണ്ട്, വെള്ളമുണ്ട്. അപ്പം ഫാമിലി ആയിട്ടൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള ഏരിയ ആണ്. നമുക്കിവിടെ കൈവരികളൊന്നുമില്ല. ഒന്ന് തെന്നിയാൽ താഴേക്ക് പോകാവുന്ന വലിയ അപകടം നിറഞ്ഞ വഴികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുകളിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല കിടുക്കാച്ചി വ്യൂ ആണ് കേട്ടോ. നല്ലൊരു അടിവാരം. ഈ വെയിലായതുകൊണ്ട് കുറച്ച് പച്ചപ്പുകളൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. എന്നാലും കാണുമ്പോൾ പൊളി സ്ഥലം. ഈ പാറയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അതുപോലെ തന്നെ ഇതിൻ്റെ അടിവാരമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ വ്യൂ കിട്ടും. കണ്ടോ? ഇതാണ് ഫാൻറ്റം റോക്ക്. അവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരോട് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള വഴി അത്ര നല്ല വഴിയൊന്നുമല്ല കേട്ടോ. മോശം വഴിയാണ്. കാരണം ആൾക്കാർ നടന്ന് എന്താ ആകെ അലമ്പായി കിടക്കുന്നുണ്ട്. ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം. മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇവിടെ കണ്ട കംപ്ലീറ്റ് തെരുവച്ചടിയാണ് കേട്ടോ. തെരുവയാണ് മൊത്തം. ഇതിൻ്റെ മേലേക്കാണ് ആ വ്യൂ ഉള്ളത്. ഇതിൻ്റെ മേലേക്കാണ് ആ പാറയുള്ളത്. അപ്പോൾ നമുക്ക് ഈ വഴിയിലൂടെയാണ് നടന്നു പോകേണ്ടത്. വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിലുള്ള തീപ്പെട്ടി ലൈറ്ററൊന്നും കത്തിച്ചിടാതെ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നല്ല ചൂടാണ്, നല്ല വെയിലാണ്. നമ്മുടെ ഒരു അശ്രദ്ധ മതി മൊത്തത്തിലൊരു തീ പടർന്നു പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ പാറേൻ്റെ മേലെ കൂടെ പതിയെ അങ്ങനെ കയറി മുകളിലേക്ക് എത്തുമ്പോൾ ഇതാ ഫാൻറ്റം റോക്ക്. എന്താ അല്ലേ പ്രകൃതിൻ്റെ ഓരോരോ ലീലാവിലാസങ്ങൾ. എങ്ങനെയാണ് ഈ പാറയുടെ മുകളിൽ ആ വലിയൊരു പാറ നിൽക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. പക്ഷെ സെറ്റാണ് സംഭവം. കണ്ടോ? എന്താ ഭംഗി.
ശരിക്കും പറഞ്ഞത് വയനാട്ടിലെ ഗുണാക്കേവ് എന്നൊക്കെ പറയാം, അതേപോലത്തെ ഒരു സ്ഥലം കേട്ടോ. താഴേക്കൊക്കെ ഇറങ്ങി പോകുമ്പോൾ ശ്രദ്ധിക്കണം. എവിടെ പോയാലും ഈ കുപ്പി വേസ്റ്റ് മാലിന്യങ്ങളിടാതെ ഒരു മനുഷ്യരും തിരിച്ചു പോവില്ല. കംപ്ലീറ്റ് അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട് ഈ ഏരിയ ഒക്കെ. ഈ പാറേൻ്റെയൊക്കെ ഇടയിലൂടെ ഒരുപാട് വഴികൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, താഴേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. വേനലിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ മഴക്കാലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. നമുക്ക് ഈ പാറയൊക്കെ നിൽക്കുന്നുണ്ടില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ താഴേക്കുള്ള വഴിയൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. അപ്പോൾ നോക്കിയും കണ്ടും വരിക, ആസ്വദിക്കുക. ഒരു പാറേൻ്റെ കുറച്ച് അകലത്തുള്ള ഒരു ഭംഗി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു പാറേൻ്റെ മേലെ ഒരു മനുഷ്യൻ്റെ തല ഇരിക്കുന്ന പോലെ വേറൊരു പാറ. ഇത്രയും കോറിയൊക്കെ ഇവിടെ നടന്നിട്ടും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ആ പാറ അവിടെ ഇരിക്കുന്നത് ഭയങ്കര അത്ഭുതം തന്നെയാണ്. മാക്സിമം നമ്മുടെ പ്രകൃതി എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചൂഷണം ചെയ്തിട്ടുണ്ട് ഇവിടെ. കണ്ടില്ലേ, നമ്മുടെ മുന്നിൽ കാണുന്നൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലയാണ്. മലയൊക്കെ പകുതി മുക്കാലും പാറ പൊട്ടിച്ച് തീർത്തിട്ടുണ്ട്. ഏതോ ഒരു നിയമത്തിൻ്റെ ബലത്തിലായിരിക്കാം ഇന്ന് ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. സന്തോഷം, നല്ല രീതിയിൽ പച്ചപ്പൊക്കെ ആയി വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഫാൻറ്റം റോക്ക് നിൽക്കുന്നത്. അതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കൊരു മനുഷ്യൻ്റെ തല പോലില്ലേ. എത്ര ഭംഗിയിലാണ് പ്രകൃതി ആ ഒരു റോക്കിനെ അവിടെ വെച്ചിരിക്കുന്നത് അല്ലേ. എന്തായാലും ഒരുപാട് കാലത്തേക്ക് അത് അവിടെ നിലനിൽക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. കാരണം ഇതിന് ചുറ്റും വീണ്ടും ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യാഘാതം പിന്നീട് ഉണ്ടാവാതിരിക്കട്ടെ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്തായാലും. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഫാൻറ്റം റോക്കിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും വന്ന് കാണട്ടെ ഈ സ്ഥലമൊക്കെ. ഈ ഒരു ഫാൻറ്റം റോക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ കൽപ്പറ്റയിൽ നിന്ന് ബത്തേരി റൂട്ടിൽ വരിക. അവിടെ നിന്ന് മീനങ്ങാടി അമ്പലവയൽ ബൈപ്പാസിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാൻറ്റം റോക്കിലേക്ക് എത്താൻ പറ്റും. അവിടെ 20 രൂപ നിങ്ങൾക്ക് എൻട്രി ഫീ ഉണ്ട്. ആ എൻട്രി ഫീ കൊടുത്ത ശേഷം നിങ്ങൾക്ക് പാർക്കിംഗ് ഏരിയയിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫാൻറ്റം റോക്ക് കാണാൻ വേണ്ടിയിട്ട് വരാം. ഇനി എൻ്റെ വീഡിയോ ഈ കാണുന്ന ആൾക്കാർ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.